ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റവറൻ ഫാദർ ജോസ് തോമസ് കോയിക്കൽ പ്രൊഫഷണൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കൊച്ചിയുടെ ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, സ്വാഗതം ആശംസിച്ച തോമസ് അച്ഛൻ, ഇതിൽ പങ്കെടുക്കുന്ന നഗരസഭയുടെ ചെയർപേഴ്സൺ ഷിബാലാൽ, അതുപോലെ ചെയർമാൻ ശ്രീജിത്ത്, ഇവിടുത്തെ കൗൺസിലർ സോണി, സിസ്റ്റർ റോസ്ലിൻ തെക്കിടത്ത്, ശ്രീ അഗസ്റ്റിൻ വി എ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, മറ്റ് വൈദികര്, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, 50 വർഷം പിന്നിടുന്ന സ്നേഹഭവൻ ഇന്നതിൻ്റെ സ്വർണ്ണ ജൂബിലിക്ക് തുടക്കം കുറിക്കുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ അച്ഛൻ ക്ഷണിക്കാൻ വന്നപ്പോൾ ആദ്യം പോയൊരു കാര്യം, ഞാൻ തൊട്ടടുത്തുള്ള തോമ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യനിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടുത്തെ അന്തേവാസികളായിരുന്നു. 4 കുട്ടികളുണ്ടായിരുന്നു അന്തേവാസികൾ. ഇപ്പം ഞാൻ അവരെയൊക്കെ ഒന്ന് ഓർക്കുകയാണ്. എവിടെ ഉണ്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ചില പേരുകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു രാജു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പേരുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് അവർ ഞങ്ങളോടൊപ്പം പഠിക്കുമ്പോൾ ഒരു സാധാരണ ലെവലിലുള്ള ഞങ്ങളൊക്കെ വീടുകളിൽ നിന്ന് പോകുന്ന പോലെ തന്നെയാണ് അവരവിടെ വരുന്നത്. ഒരു പ്രശ്നങ്ങളില്ലാതെ വളരെ സന്തോഷത്തോടെയൊക്കെയാണ് അവരവിടെ നിന്ന് പഠിച്ചു പോയത്. അവരവരുടെ വീട് പോലെ തന്നെയായിരുന്നു സ്നേഹഭവനെ കണ്ടിരുന്നത്. സ്നേഹഭവൻ ഇന്നിപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ള അവരൊരു വീഡിയോ പ്രോഗ്രാം കണ്ടപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിട്ടുള്ളവരും പോയവരും അവരുടെ അഭിപ്രായങ്ങളും അച്ഛന്മാർ ചെയ്യുന്ന കാര്യങ്ങളും കുറേ ആഴത്തിൽ നമുക്ക് മനസ്സിലായി. സാധാരണ ലെവലിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാമെങ്കിലും കുറേ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡോൺ ബോസ്കോ സ്നേഹഭവൻ കൊച്ചിയിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ 50 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുന്നത്, കൊച്ചി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു തുറമുഖ നഗരം എന്ന നിലക്ക് ഇവിടുത്തെ എല്ലാ ദൂഷ്യവശങ്ങളും കടന്നു വരുന്നൊരു പ്രദേശമായിരുന്നു കൊച്ചി എന്ന് പറയുന്നത്. എല്ലാ ദൂഷ്യവശങ്ങളും. അന്ന് നമ്മുടെ ഐലൻഡിലൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ടെർമിനസ് എന്ന് പറയും. ട്രെയിനുകൾ വന്ന് അവസാനിക്കുന്ന സ്ഥലമാണത്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഡൽഹിയിൽ നിന്നും യു പിയിൽ നിന്നും മഹാരാഷ്ട്ര ഇതൊക്കെ ട്രെയിൻ ആരംഭിച്ച് അവസാനിക്കുന്നത് ഐലൻഡിലായിരിക്കും. ആ ട്രെയിൻ അവസാനിക്കുമ്പോഴുള്ള സ്ഥിതി നമുക്കറിയാമോ? യാത്രക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ കുറേ ആൾക്കാരുണ്ടാവും. പല ഭാഗത്തും അവരവിടെ ഇറങ്ങിയാൽ പിന്നെ അവരെങ്ങും പോവില്ല. ചിലപ്പോൾ അവിടെ കുട്ടികളുണ്ടാവും, പ്രായമാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. പിന്നെ അവർ നമ്മുടെ ഐലൻഡിലും ഈ കൊച്ചി പ്രദേശത്തിൽ അലഞ്ഞു നടക്കും. അതൊരു പതിവായിരുന്നു. കാരണം അവസാന സ്റ്റേഷൻ വണ്ടി കയറി ഇങ്ങനെ പോരുകയാണ് അവർ. പക്ഷെ അത് അവരുൾപ്പെടെയുള്ള അത്തരം ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കൊച്ചി അന്ന് നമ്മുടെ പള്ളുരുത്തി സെറ്റിൽമെൻറ്റ് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നഗരസഭയാണ് നോക്കുന്നത്. അങ്ങനെ കൊച്ചിയിൽ വരുന്നവരെ ഒക്കെ സംരക്ഷിച്ച് തിരിച്ചുവിടുന്ന സാഹചര്യം നമുക്കുണ്ടായിരുന്നത്. സ്നേഹഭവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളെ, പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ വന്നു വിടുന്നത് നമ്മുടെ മലയാളികൾ തന്നെ. കുട്ടികൾ പലപ്പോഴും പല കുട്ടികൾക്കും സ്വന്തം സാഹചര്യത്തിൽ പഠിക്കുവാനോ പോകുന്ന സാഹചര്യം കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ധാരാളം ഉണ്ടായിരുന്നത്. പിന്നീടാണത് മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി, അങ്ങനെയൊക്കെ മാറിയത്. ഇപ്പം ഞാൻ തോമസ് അച്ഛൻ്റെ ചോദിച്ചു, എങ്ങനെ വെച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി അച്ഛന്മാർ ഇപ്പോഴും കുട്ടികൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞത്. 50ഓളം കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. സാധാരണ കുട്ടികൾ കുറവായിരിക്കുമെന്നാണ് ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ വരുമ്പോൾ അന്വേഷിക്കാറുണ്ടൊക്കെ. വളരെ അർത്ഥവത്തായ ഒരു സാഹചര്യം ഒരു സമൂഹത്തിന് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കടമയാണത്. അത്തരം വലിയൊരു കടമയാണ് സ്നേഹഭവൻ ഡോൺ ബോസ്കോ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. 50 വർഷം തികയുമ്പോൾ ഇങ്ങനൊരു ജൂബിലി ആഘോഷം സംഘടിപ്പിച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ കുറേ അഭ്യർത്ഥനകൾ ഉണ്ട്. അവരുടെയൊക്കെ താല്പര്യമായിരിക്കും. കാരണം പൊതുസമൂഹം ഇത് അറിയേണ്ടതാണ്. പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു സ്നേഹഭവൻ തുടങ്ങിയിട്ട് 50 വർഷമായി. ഇവിടെ നിന്ന് സംഭവിച്ച കാര്യങ്ങൾ, ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ കുട്ടികൾ ഓരോരുത്തരുടെയും പൊസിഷനുകൾ, ഓരോരുത്തർ ഉന്നത നിലവാരത്തിലെത്തിയവർ, ഒരു കുടുംബം പോലെ ജീവിച്ച് പഠിച്ച് വളർന്ന് സമൂഹത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ എത്തിയിട്ടുള്ളവർ കുറേ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്തൊരു സംഭവമാണ് ഡോൺ ബോസ്കോ സ്നേഹഭവൻ. നമുക്കറിയാം
അത്തരം സ്ഥാപനം ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ വിലകൾ മനസ്സിലാക്കുന്ന നമ്മൾ ഇപ്പോഴാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട പല സാഹചര്യങ്ങളിലും ഇപ്പം നേരത്തെ മേയർ അംസക്കുഞ്ഞ് പഴയ മേയറുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അംസക്കുഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സ്നേഹഭവനെ ഏൽപ്പിക്കാം എന്ന അന്നത്തെ മേയർ അംസക്കുഞ്ഞ്. ആ കാലഘട്ടത്തിൽ മേയറിന് 1 വർഷമാണ് മേയർ എന്നുള്ളത്. അന്ന് അധികാര വികേന്ദ്രീകരണമില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് മേയർക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ലെങ്കിലും സെക്രട്ടറിക്ക് അന്ന് കമ്മീഷനാണ് കോർപ്പറേഷൻ. പക്ഷേ മേയർ അംസക്കുഞ്ഞ് മേയറായി വന്ന ഘട്ടത്തിൽ അദ്ദേഹമാണ് പറഞ്ഞത് ഇത് നമുക്ക് വേണ്ട, ഇത് നഗരസഭയെ ഏൽപ്പിക്കാം. അങ്ങനെ നഗരസഭയെ ഏൽപ്പിച്ചു. നഗരസഭ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാറി മാറി വരുന്ന മേയർമാർ എല്ലാം ഇതിൻ്റെ ഒരു പിതാക്കന്മാരെന്ന നിലക്ക് അല്ലെ മാതാവെന്ന നിലക്ക് അതേ സമയം മുന്നോട്ട് പോയിട്ടുണ്ട്. 88 സഖാവ് ടി എം മുഹമ്മദ് മേയറായപ്പോൾ മേയർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ കൂടെ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അന്ന് കുട്ടികളെയൊക്കെ കണ്ടു. കുട്ടികളെയൊക്കെ വലിയ വാത്സല്യ സ്നേഹമുള്ള മനുഷ്യരായിരുന്നു കുട്ടികളോട്. കുട്ടികളൊക്കെ സംസാരിച്ച് അന്നത്തെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ഡിമാൻഡ് അന്ന് ആ കുട്ടികൾ മേയർ പറഞ്ഞ് ഞാൻ കേട്ടാണ്, ഞങ്ങൾക്ക് ചായക്ക് പാലില്ലെന്ന്. അന്ന് തന്നെ മേയർ പറഞ്ഞു ഈ ഡോൺ ബോസ്കോ കുട്ടികൾക്ക് പാല് കൊടുക്കണം ചായക്ക്. പിറ്റേ ദിവസം പത്രങ്ങൾ വലിയ വാർത്തയായിരുന്നത് ചായക്ക് പാലില്ല മേയർ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് മേയർമാർ നമ്മളെ ഇതിനുമായി ബന്ധപ്പെട്ട പോർട്ടലാണ്. ഇന്നും നമുക്ക് ഇതിപ്പോൾ നമ്മുടെ മേയർ സൂചിപ്പിച്ചതുപോലെ സുവർണ ജൂബിലി അവസാനിക്കുമ്പോൾ ഇതിൻ്റെ മുഖച്ഛായ മാറിയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ ഫണ്ടും മേയറുടെ ഫണ്ടും എല്ലാം വന്ന് ആകെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി ഇത് മാറും. ഏറ്റവും സൂപ്പർ സ്ഥാപനമായിട്ട് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ഒരു വലിയൊരു റിസോർട്ടിലേക്കാണ് വരുന്ന പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്കിത് കൊണ്ടുവരാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നല്ലൊരു സന്ദേശത്തിലൂടെ ഞങ്ങളെ പ്രബുദ്ധരാക്കിയതിനും ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തതിനുമുള്ള ഞങ്ങളുടെ നന്ദി സൂചകമായി ഒരു സ്നേഹോപകാരം ഡോൺ ബോസ്കോ സ്നേഹഭവൻ വൈസ് റെക്ടർ ബഹുമാനപ്പെട്ട ഫാദർ CM ജോസഫിൽ നിന്ന് സ്വീകരിക്കുവാൻ ശ്രീ മാക്സിയെ ക്ഷണിക്കുന്നു.